27 വയസ്സുള്ള സുജൻ എന്ന പെൺകുട്ടി തന്റെ കാമുകനുമായി ഒളിച്ചോടാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് താൻ ചതിക്കപ്പെടാൻ പോവുകയാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. പിന്നീട് വീട്ടുകാരുടെ സഹായത്തോടെ ആ വിഷമത്തിൽ നിന്ന് ഓവർകം ചെയ്ത് അവൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനായി ആരംഭിച്ചു. അവളുടെ കമ്പനിയിലേക്ക് ഒരു കാർപ്പൻറ്റർ ആവശ്യമായി വന്നതുകൊണ്ട് തന്നെ തന്റെ അച്ഛന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർപ്പൻറ്ററെ അച്ഛൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവരൊന്നിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും വളരെ ഹാപ്പി ആവുകയും അവർ തമ്മിൽ ഒരു ഡീപ്പ് കണക്ഷൻ വരികയും അങ്ങനെ ഒരു പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അവരുടെ ലൈഫ് വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ലൈഫിൽ നടക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും താൻ മറന്നു പോകുന്നു എന്നുള്ള കാര്യം നായികക്ക് മനസ്സിലാവുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യാനായി മറന്നു പോകുന്നു, നമ്പേഴ്സ് മറന്നു പോകുന്നു, കുറച്ചു വർഷങ്ങൾക്ക് മുന്നേയുള്ള ഓർമ്മകളിൽ സ്റ്റക്കായി പോകുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ അവൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും തനിക്ക് അൽഷിമേഴ്സ് ആണെന്നുള്ള കാര്യം അറിയുകയും ചെയ്തു. വളരെ വിഷമമായെങ്കിലും ഭർത്താവിനെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ ആ കാര്യം അവനിൽ നിന്ന് മറച്ചു വെച്ചു. അങ്ങനെ ഒരു ദിവസം അവളുടെ കമ്പനിയിലേക്ക് അവളുടെ എക്സ് ലവർ ജോലിക്കായി വരികയാണ്. അവനെ കണ്ടതും അവൾ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി അവനുമായി ഇപ്പോഴും പ്രണയത്തിലാണെന്ന് കരുതി വളരെ ക്ലോസ് ആയി ഇടപെടാനായി തുടങ്ങി. എന്നാൽ സംസാരത്തിനിടയിൽ അവൻ നമുക്ക് 2 വർഷം പുറകോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചതും പിന്നീട് അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയും വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നൊരു ടാക്സി പിടിച്ചു പോയി. തന്റെ ഭർത്താവിനെ പോലും താൻ മറന്നു പോകുന്നു എന്നുള്ള കാര്യം അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല. ഇതേ നേരം നായികയുടെ മാറ്റം നായകനും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സ്ഥിരമായി പോവാറുള്ള ഡോക്ടറെ കാണുകയും അവൾക്ക് അൽഷിമേഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ആദ്യം ഷോക്കായി പോയെങ്കിലും പിന്നീട് അവളുടെ അടുത്തേക്ക് പോയി എന്ത് വന്നാലും ഞാൻ നിന്നെ വിട്ടുപോവില്ലെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഒരു ദിവസം നായകൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവനിങ്ങനെ ജോലിക്ക് പോകുന്നതിന് മുന്നേ നായിക ഐ ലവ് യു എന്ന് ഉറക്കെ വിളിച്ചു പറയാറുണ്ട്. അവനും മീറ്റു എന്ന് പറയും. പക്ഷെ ഇത്തവണ അവന്റെ പേരിന് പകരം എക്സ് ലവറിന്റെ പേര് വിളിച്ചിട്ടാണ് അവൾ ഐ ലവ് യു എന്ന് പറയുന്നത്. താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വായിൽ നിന്നും മറ്റൊരാളുടെ പേര് ഐ ലവ് യു എന്ന് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവൻ ഒരുപാട് വിഷമിപ്പിച്ചു. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം നായികക്കും ആ കാര്യം ഓർമ്മ വരികയും താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരാളെ മറ്റൊരാളുടെ പേര് വിളിച്ച് ഐ ലവ് യു എന്ന് പറയേണ്ടി വന്നതും അവൾക്കും അതൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കാരണം തന്റെ ഭർത്താവ് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. താൻ അയാൾക്ക് ഒരു ബാധ്യത ആയിക്കൂടെ എന്ന് കരുതി അവൾ ഒരു കത്ത് എഴുതി വെച്ച് ദൂരേക്ക് എവിടെയോ പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ ആ കത്ത് കണ്ട നായകൻ ഒരുപാട് വേദനിച്ചു. അവളെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. അവസാനം ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ച് അവളെ കണ്ടെത്തിയെങ്കിലും അവളുടെ ഓർമ്മ മുഴുവനായും പോയിരുന്നു. അവനെ കണ്ടതും നീ ആരാണെന്നുള്ള ചോദ്യം അവൻ ഒരുപാട് വിഷമിപ്പിച്ചു. എന്നാലും അവളുടെ മുന്നിൽ അതൊന്നും പ്രകടിപ്പിക്കാതെ അവളെയും കൂട്ടി നടക്കാനായി പുറത്തേക്ക് ഇറങ്ങി. അവരാദ്യം തമ്മിൽ കണ്ടുമുട്ടിയ ഷോപ്പിലേക്കായിരുന്നു അവൻ അവളെ കൊണ്ടുപോയിരുന്നത്. അവിടെ എത്തിയതും അവൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാനായി ശ്രമിച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളുടെ ഓർമ്മ തിരിച്ചു വരികയും അവൾ അവനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ ഇതും കുറച്ചു നേരം മാത്രമേ നീണ്ടു നിൽക്കുമെങ്കിലും അവൾ എത്രത്തോളം എല്ലാ മെമ്മറീസും മറന്നു പോകുന്നു അത്രത്തോളം ആ കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് അവൾ ഓർമ്മിപ്പിക്കാനായി അവൻ തയ്യാറായിരുന്നു.